ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സോജൻ. യഥാർത്ഥ പേരല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എൻ്റെ ജില്ലയിൽ തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത്. വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. വയസ്സ് ഇപ്പോൾ 29. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിക്കാൻ. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. എന്തോ സ്ത്രീകളോട് മിണ്ടാനും അടുത്ത് പെരുമാറാനുമൊക്കെ നാണമോ ഭയമോ ഒക്കെയായിരുന്നു മാഡം. പിന്നെ മനസ്സിനുള്ളിൽ നല്ല മോഹമുണ്ട്. അത് പുറത്ത് ഞാൻ പ്രകടിപ്പിക്കാറില്ല. എൻ്റെ കൂട്ടുകാർ ചോദിക്കും, എടാ നിനക്കിപ്പോൾ നല്ല ജോലിയല്ലേ, കല്യാണം കഴിക്കണ്ടേ? ഓ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും മാഡം. അങ്ങനെയായിരുന്നു. മനസ്സിനുള്ളിൽ റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ചന്ദ്രനിൽ ചെല്ലില്ലല്ലോ. യഥാർത്ഥത്തിലുള്ള റോക്കറ്റ് ചന്ദ്രനിൽ ചെല്ലണമെങ്കിൽ ഇത്തിരി പാടല്ലേ. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഒരു ദിവസം അങ്ങ് നിർബന്ധിച്ചു, നീ ഇനി കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾ പറഞ്ഞ പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമായി. അപ്പോൾ പിന്നെ എതിർവാക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കാൻ, കല്യാണമെങ്കിൽ കല്യാണം കഴിച്ചല്ലേ പറ്റുകയുള്ളൂ. സമൂഹത്തിന് അതാണല്ലോ ആവശ്യം. അങ്ങനെ എനിക്ക് വേണ്ടി അവരാണ് പെണ്ണ് കണ്ടത്. ഞാൻ പെണ്ണിനെ ജസ്റ്റ് ഒന്ന് നോക്കി, വലിയ തെറ്റില്ല എന്ന് തോന്നി. പെണ്ണിനോട് തനിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ഇവിടേക്ക് നോക്കിയിട്ടാണ് അവളോട് സംസാരിച്ചേ. ഇഷ്ടമായെന്ന് ചോദിച്ചു. ഒരു 2 മിനിറ്റുള്ളിൽ എല്ലാം കഴിയുകയും ചെയ്തു. അവൾ പറഞ്ഞു ഇഷ്ടമായെന്ന്. അങ്ങനെയാണ് കല്യാണം നടന്നത്. അതെല്ലാം എടുപിടിയെന്നായിരുന്നു. ആദ്യ ദിവസം രാത്രി അവൾ നൈറ്റ് ഇട്ടുകൊണ്ടാണ് മുറിയിൽ വന്നതും. എനിക്കത് കണ്ടപ്പോൾ അത്ഭുതമായി. ഞാനോർത്തു വല്ല സാരിയൊക്കെ ഉടുത്ത് പാരമായിട്ട് വരുമെന്നും. അങ്ങനെയൊന്നുമല്ല വന്നത്. എൻ്റെ അമ്മയും അച്ഛനും ഒന്നും ശ്രദ്ധിച്ചതുമില്ല. ഇവൻ കല്യാണം കഴിച്ചല്ലോ, ഒരു പെണ്ണായല്ലോ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും അവൾ വന്നപ്പോൾ എനിക്കാകെ ചങ്കടിപ്പായിരുന്നു. പക്ഷേ അവൾ അടുത്തിരുന്നിട്ട്, ചേട്ടൻ ഇഷ്ടമില്ലാതാണോ എന്നെ കല്യാണം കഴിച്ചത്, എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പോൾ മറുപടി പറഞ്ഞു, ആര് പറഞ്ഞു ഇഷ്ടമില്ലാതെ? ആരെങ്കിലും കല്യാണം കഴിക്കുമോ? അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ചേട്ടൻ എന്താ വിവാഹത്തിന് മുമ്പ് എന്നെ അധികം ഒന്നും വിളിക്കാതിരുന്നത്, സംസാരിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. എന്തിനാണ് ചേട്ടന് പേടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, സ്ത്രീകളോട് അടുത്ത് പെരുമാറാൻ ചേട്ടന് ബുദ്ധിമുട്ടാണോ എന്ന്. ഞാൻ തലയാട്ടി. മുമ്പ് പ്രേമങ്ങളൊന്നും ഇല്ലായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രേമവുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കുന്ന കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എൻ്റെ കൈയെടുത്ത് കയ്യിൽ വെച്ചോണ്ട് പറഞ്ഞു, അത് നല്ല കാര്യമാണ്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള പുരുഷന്മാരെ കിട്ടാൻ പാടാണ് എന്ന് പറഞ്ഞു. എന്തായാലും അവൾ പെട്ടെന്ന് തന്നെ എന്നോട് ഒത്തിരി സംസാരിച്ച് കൂട്ടായി. ഞാൻ പറഞ്ഞു, എനിക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത്തിരി പേടിയുണ്ട്, അറിയുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്കെന്താ, ഇതിനൊക്കെ വല്ല കോച്ചിങ് സെൻറ്ററുമുണ്ടോ ചേട്ടാ, നമുക്ക് ഇതൊക്കെ ഇൻ്റർനെറ്റിലോ മറ്റോ നോക്കി പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ പറ്റുമോ? പിന്നെ പറ്റില്ലേ, വീഡിയോ ഒന്നുമല്ല ഇതിനു വേണ്ടി കാണേണ്ടത്, ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് വായിക്കണം, ഇന്നല്ല നാളെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയായി. ഒരാഴ്ച ഞങ്ങൾ പല പല കാര്യങ്ങളും വായിച്ചു. ചില സംശയങ്ങളൊക്കെ അവൾക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വായിച്ചിട്ടാണ് ഞങ്ങൾ 2 പേരും കൂടി വായനാ ലോകത്തേക്ക് കടന്നത്. പക്ഷേ മാഡം, കാര്യങ്ങൾ ഞാൻ പേടിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല. 2 പേർക്കും വല്ലാത്ത ആവേശമായിരുന്നു. 2 പേരും എല്ലാം അറിഞ്ഞവരെ പോലെ കുളത്തിലെടുത്ത് ചാടി അങ്ങ് നീന്തിയപ്പോൾ മുങ്ങിത്താണില്ല. നല്ല രസമായിരുന്നു. അവൾ എന്നോട് ചോദിച്ചു, അല്ല ചേട്ടനല്ലേ പറഞ്ഞത് ചേട്ടനൊന്നും അറിയില്ലെന്ന്, പക്ഷേ ഇതൊക്കെ നല്ലതാണല്ലോ, ചേട്ടൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ആവേശം കൂടി. ഏത് പുരുഷൻ്റെ ഉള്ളിലും അവൻ്റേതായ ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പില്ലേ, അത് പുറത്തു ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വീരശൂര പരാക്രമിയല്ലേ. അങ്ങനെ ഞാനും പെട്ടെന്ന് തന്നെ മാറി. എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാതെ തന്നെ ഞാനും ശരിക്കും PhD എടുത്തു. എൻ്റെ ഭാര്യയാണെങ്കിൽ എന്നേക്കാൾ ആവേശത്തിൽ എന്നോട് സഹകരിച്ചത് കൊണ്ട് ഞങ്ങളുടെ സഹകരണ പ്രസ്ഥാനം പൂത്ത് തളർത്ത് പന്തരിച്ച് മുന്നോട്ട് പോയി. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാഡം. അതിമനോഹരമായിരുന്നു. അങ്ങനെ വേണമെന്ന് ഞങ്ങൾക്കും തോന്നി. കുറേ നാളങ്ങനെ പോയി. 2 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. പക്ഷേ മാഡം, അങ്ങനെ മുന്നോട്ട് പൂത്ത്
തുലഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു അടി കിട്ടിയതുപോലെ എനിക്ക് ട്രാൻസ്ഫർ. അതും തൃശ്ശൂർ ആ ഭാഗത്ത് ഒരു ഗ്രാമപ്രദേശത്തേക്ക്. അതെനിക്ക് വല്ലാത്ത പ്രശ്നമായിരുന്നു. എന്നും കിട്ടിക്കൊണ്ടിരുന്ന മൃഷ്ടാന്ന ഭോജനം പെട്ടെന്നങ്ങ് നിൽക്കുക. ഷൂ വൈഫാണെങ്കിൽ പറഞ്ഞു, വേണ്ട ചേട്ടാ പോകണ്ട, ഇവിടെങ്ങാണ് നിൽക്കുക. ഞാൻ പറഞ്ഞു ഇത് സർക്കാർ ജോലിയാണ്, അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ അന്നം മുട്ടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാലും പോയല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് താമസമാക്കി. ചെറിയൊരു ജംഗ്ഷനാണ് മാഡം. അവിടെ ചെറിയ ചില കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യ സംഗതികൾക്കൊക്കെ ഒരു കുഴപ്പവുമില്ല. അവിടെ ഒരു വീട്. ആ വീടെന്ന് പറയുമ്പോൾ 2 പോർഷനായിട്ടാണ്. ചെറിയൊരു വീടിൻ്റെ പോർഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് പുറകുവശത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലെ ചേച്ചി ഇവിടെ ജംഗ്ഷനിൽ തന്നെ തട്ടുകട നടത്തുന്നുണ്ട്. വൈകുന്നേരം മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നല്ല ഭക്ഷണം കിട്ടും. രാവിലത്തെയും ഉച്ചക്കലത്തെ ഭക്ഷണം ഞാൻ ഓഫീസിൻ്റെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. രാത്രിയാകുമ്പോഴേ ഈ ചേച്ചി തട്ടുകടയിൽ നിന്നാണ് സ്ഥിരം കഴിക്കുന്നത്. ചേച്ചിക്ക് ഒരു 38-40 വയസ്സ് പ്രായം കാണും. ചേച്ചിയുടെ ഹസ്ബൻഡിന് വേറൊരു ബിസിനസ്സുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രാവലാണ്. ചേച്ചി തട്ടുകട സ്പെഷ്യലിസ്റ്റാണ്. ഒത്തിരി നല്ല വിഭവങ്ങൾ ഉണ്ടാക്കും. കൂടെ സഹായിക്കാൻ ഒരു ചെക്കൻ നിൽപ്പുണ്ട്. അത്രയേ ഉള്ളൂ. മക്കളൊക്കെ പഠിക്കുകയാണ്. അവരൊക്കെ നല്ല നിലയിലുമാണ്. ചേച്ചിയുടെ വീടൊക്കെ അടിപൊളിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ എനിക്ക് പോലും അത്ര നല്ലൊരു വീടില്ല. ചേച്ചി അമ്മൻ സെറ്റപ്പൊക്കെയാണ്. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുക, തട്ടുകട, അതൊക്കെ ചേച്ചിയുടെ പാഷനാണെന്ന് എന്നോട് പറഞ്ഞു. ചേച്ചി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്. ആദ്യമൊക്കെ ഞാൻ ഇവർ നമ്മളെയൊന്നും ശ്രദ്ധിക്കില്ല, ഞാനും അവരെ ഒരു ചേച്ചിയായിട്ട് കരുതാം എന്ന് വിചാരിച്ചു. പക്ഷേ പോകെ പോകെ ഞാൻ ചെല്ലുമ്പോൾ മാത്രം അവർക്ക് എന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം. ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു, നിങ്ങളവിടുത്തെ ആളുകളുടെ സംസാര ഭാഷ എനിക്ക് ഇഷ്ടമാണ്, ഞങ്ങളുടെയൊക്കെ സംസാരം സാറിന് ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തൃശ്ശൂർ സ്ലാങ് ആർക്കാ ഇഷ്ടമല്ലാത്തത്, നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു. ആഹാ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ സംസാരം ഒരു സ്പെഷ്യലാണെന്നും. കാര്യം അവരെ അടിമുടി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നല്ല ക്യൂട്ടാണ്. ഇത്രയും പ്രായമുണ്ടെങ്കിലും അവരുടെ സ്കിന്നിനൊക്കെ എന്തൊരു തിളക്കമാണ്. പാചകം ചെയ്യുന്ന കൈകളിലൊക്കെ അവർ ക്യൂടെക്സ് ഇട്ടിട്ടുണ്ട്. ഒരു ബ്യൂട്ടീഷ്യനെ പോലെ വളരെ വൃത്തിയായിട്ടാണ് അവരുടെ ലുക്ക് എപ്പോഴും ഇരിക്കുന്നത്. പാചകം ചെയ്യുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും എല്ലാം അവരെ കാണാൻ ഫ്രഷാണ്. അവരുടെ ചുണ്ടുകൾക്കൊക്കെ ചുവന്ന കളറാണ്. ലിപ്സ്റ്റിക്കാണോ എന്ന് ഒരു ദിവസം ഞാൻ ചോദിച്ചു. ലിപ്സ്റ്റിക് ഒന്നുമല്ല, എൻ്റെ ചുണ്ടിന് സ്വാഭാവികം കണ്ട് ഇങ്ങനെ കളറാണ് എന്ന് പറഞ്ഞ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ എന്തോ അർത്ഥമില്ലെന്ന് ഞാൻ ഓർത്തു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് അവിടെ തിരക്ക് കുറയുമ്പോൾ സാറിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുമെന്ന് പറയും. അപ്പം ഞാൻ പറയും, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ ആയുള്ളൂ. ചുമ്മാതല്ല, ആഴ്ചയിൽ വീട്ടിൽ പോകുന്നത്. നിങ്ങളുടെ അവിടെയുള്ള ഒത്തിരി പേര് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും ഇങ്ങനെ ആഴ്ചയിൽ ഭാര്യയെ കാണാൻ വേണ്ടി ഓടിപ്പോകുന്നത് കണ്ടിട്ടില്ല. അപ്പം കല്യാണം കഴിഞ്ഞ് കൊതിയും മതിയും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കളിയാക്കും. ഞാൻ ഒന്നും മിണ്ടില്ല. എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം നന്നായി വന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കണ്ടപ്പോൾ ചേച്ചി ചോദിക്കുകയാണ്, ഇന്നെന്താ വല്ലാത്ത ക്ഷീണം? ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാതെ വന്ന് ഓഫീസിൽ ഒത്തിരി ജോലി എടുത്ത പോലെ ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന്. ഭാര്യ ഉറക്കി കാണില്ല, ഒരാഴ്ചയായിട്ട് ഭർത്താവിന് വേണ്ടി അവർ കാത്തിരിക്കുകയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, അതല്ല, ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെന്നും. അപ്പോൾ പുള്ളിക്കാരി എന്നെ അടിപിടി നോക്കിയിട്ട് പറയുകയാണ്, ഇത് ഫംഗ്ഷൻ്റെ ക്ഷീണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞു ചേച്ചി? അല്ല, ചുണ്ടിൻ്റെ ഒരു കോണ് കറുത്തിരിക്കുന്നു, എന്തോ പൊട്ടിയതുപോലെ. എന്തുമായിരുന്നു അവിടെ? ഫംഗ്ഷൻ ഇതായിരുന്നോ? ഭാര്യയ്ക്ക് ആവേശം കാണില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല, അവിടെ എന്തോ ഭക്ഷണം കഴിച്ചപ്പോൾ പൊട്ടിയതാണെന്ന്. ഭക്ഷണം കഴിച്ചപ്പം ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ലെന്ന് കരുതരുത്. മറ്റുള്ളവരോട് എനിക്ക് ഇങ്ങനെയൊരു താല്പര്യം തോന്നിട്ടേ ഇല്ല. പക്ഷേ സാർ വരുമ്പോൾ സാറിനെ ഞാൻ അടിമുടി ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അതങ്ങനെയാണ്. ചില മനുഷ്യരോട് നമുക്ക് പ്രത്യേക ഒരു താല്പര്യം തോന്നും. അതിൻ്റെ അർത്ഥങ്ങളോ വ്യാകരണങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാറിനെ കാണുമ്പോൾ മറ്റാരോടും തോന്നാത്ത ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ടെന്ന് സാറിനും അറിയാം, എനിക്കും അറിയാം. എൻ്റെ ആഗ്രഹങ്ങൾ സാറിന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ സാർ അത് കണ്ടില്ലെന്നടിക്കുകയാണ്. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? അതെ, എനിക്കറിയാം.
കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് നാളല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഭാര്യയോടായിരിക്കും താല്പര്യം. അന്യൊരു പെണ്ണിൻ്റെ ഇഷ്ടത്തെ മതിക്കണമെന്ന് തോന്നിക്കാണില്ല. അതുകൊണ്ടല്ലേ എന്നെ ശ്രദ്ധിക്കാത്തതെന്ന്. ഞാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ചേച്ചി ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നിട്ടും എന്നോട് സ്നേഹമോ അല്ലെങ്കിൽ എന്നെ നോക്കുന്നതിലോ ഒന്നും ഞാൻ ആ സ്നേഹവും ശ്രദ്ധയൊന്നും കണ്ടിട്ടില്ലോ എന്ന്. അതിപ്പം ചേച്ചിയുടെ മനസ്സിലിരിപ്പ് ഞാനെങ്ങനെ അറിയാനാണ്? ചേച്ചി സംസാരിക്കുന്നു, എല്ലാവരോടും കൊടുക്കുന്ന പ്രാധാന്യമേ എനിക്ക് തരുന്നുള്ളൂ എന്ന് ഞാനും കരുതിയെന്നും. അങ്ങനെയല്ല സാറ് മനസ്സിലാക്കണം. ഞാൻ എല്ലാവരോടും അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു പുരുഷൻ സാറാണെന്ന്. ഞാൻ ചുറ്റും നോക്കി. അവരിങ്ങനെ അടുത്ത് വന്ന് ഇത്രയും തുറന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേച്ചി അത് പ്രശ്നമാകില്ലേന്ന്. അപ്പോൾ അവർ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, പ്രശ്നങ്ങളുണ്ടാകുമായിരിക്കാം, പക്ഷേ പ്രശ്നങ്ങളില്ലാതെ നമുക്കിത് മാനേജ് ചെയ്യാൻ സാധിക്കണം. സാറിന് എന്നോട് ഇഷ്ടമുണ്ടോ? എൻ്റെ ഫീച്ചേഴ്സൊക്കെ സാറിന് ഇഷ്ടമാണോ? അതോ എന്നേക്കാൾ സുന്ദരിയാണോ സാറിൻ്റെ ഭാര്യ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല, ചേച്ചിയാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ സുന്ദരിന്ന്. അപ്പോൾ സാറിന് എന്നോട് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ പറ്റുമോ? പ്ലീസ് എനിക്കൊരവസരം തരണം എന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവർക്ക് ഈ ഒരു ചെറിയ കാലയളവിൽ എന്നോട് ഇത്രയ്ക്ക് ആവേശമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേച്ചി പറഞ്ഞതൊക്കെ ഓക്കെയാണ്. നമ്മൾ രണ്ടുപേരും താമസിക്കുന്നത് ഇവിടെയാണ്. ഈ ജംഗ്ഷനിൽ ഇഷ്ടംപോലെ ആൾക്കാർ രാത്രിയിലും കാണില്ലേ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമില്ല. സാറിൻ്റെ വീടിൻ്റെ ആ പുറവശത്തെ വാതിൽ കൂടി എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് വരാവുന്ന രീതിയിലേ ഉള്ളൂ. അതിനൊക്കെയുള്ള വഴികളുണ്ട്. സാറിന് അറിയില്ലെന്നേ ഉള്ളൂ. ഞാൻ വരാം, പ്ലീസ് എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഞാൻ ചോദിച്ചു, ചേച്ചി ഇത്രയും റിസ്ക് എടുത്ത് സ്വന്തം ഭർത്താവിനെ പോലും കൺസിഡർ ചെയ്യാതെ ഇത്രയും ആവേശമെടുക്കുന്നതിന് കാരണം എന്താണെന്ന്. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണു പായുന്നത് എവിടെയാണെന്ന് ഞാൻ സാറിനോട് കാതിൽ പറയാം. എന്തോ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ആവറേജ് മനുഷ്യനാണ്, ചേച്ചി വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ ഒന്നും കണ്ടില്ലെങ്കിലോ എന്ന്. അപ്പോൾ ചേച്ചിനോട് പറയാണ്, പെണ്ണ് ആഗ്രഹിക്കുന്നിടത്തേക്ക് പുരുഷൻ വരും. ഒരു പുരുഷന് ഇഷ്ടമാണെങ്കിൽ പെണ്ണ് എന്ത് സഹിക്കും. പക്ഷേ ഞാൻ ഗ്യാരണ്ടി തരാം, ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം സാറിൽ കാണും, എനിക്കിഷ്ടമാണ് എന്നൊക്കെ അവർ കൊഞ്ചിക്കൊഴയാൻ തുടങ്ങി. മറ്റുള്ളവരോട് റഫായും എന്നോട് കൊഞ്ചലും. അപ്പോൾ പിന്നെ അവരുടെ അടുത്തേക്ക് എൻ്റെ മനസ്സ് ചാഞ്ഞു പോകില്ലേ മാഡം? അങ്ങനെ എനിക്ക് അവരോട് ഇഷ്ടമായി. അവർ പലതവണ പറഞ്ഞു, സാർ പ്ലീസ് ഇന്ന് രാത്രി ഞാൻ വരാം, വാതിൽ തുറന്നിടൂ എന്നൊക്കെ പറഞ്ഞു. അവരുടെ നമ്പരൊക്കെ മേടിക്കാൻ ആദ്യം എനിക്ക് ഒത്തിരി പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നീട് നമ്പർ തന്ന് ഇടയ്ക്കിടയ്ക്ക് രാത്രി വിളിക്കും. എന്നിട്ട് അവരെന്നോട് കൂടുതൽ അടുപ്പത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ വരണമെന്ന് തോന്നുന്നു. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അയാൾ ചിലപ്പോൾ വരുമ്പോൾ 12 മണിയാകും, ചിലപ്പോൾ വരില്ല. ഇപ്പോൾ അയാൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. എവിടെങ്കിലും ആരെങ്കിലും കാണും, അല്ലെങ്കിലും അയാൾ വന്നാലും എനിക്കൊരു ഉണർവില്ല. അയാളെയല്ല എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവർ പാതയിൽ നിർത്തും. അതൊക്കെ കേൾക്കുമ്പോൾ ആരുടെയാണെങ്കിലും കൺട്രോൾ പോകില്ലേ മാഡം? ആ കൺട്രോൾ എനിക്കും പോയി. സാർ എനിക്ക് വേണ്ടി കോട്ടവാതിൽ തുറന്നിടില്ലേ? ഇന്ന് ഞാൻ വരുമേ. ഇന്ന് പുറകത്തെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ഞാൻ തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറയും. ഞാൻ പറയും, ചേച്ചി ഇപ്പം വേണ്ട, പിന്നെ ആകട്ടെ എന്ന്. അങ്ങനെ കുറേ നാളായി കഴിഞ്ഞപ്പോഴേക്കും അവർ ഉടക്കായി. ഇത് ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഇന്ന് ചേച്ചിയെ ക്ഷണിക്കാം എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ എനിക്കാകെ ആശങ്കയായിരുന്നു. ഇത് ശരിയാകുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? മറ്റാരെങ്കിലും ശ്രദ്ധിക്കുമോ? CCTV ക്യാമറ എങ്ങാനും ഈ ഭാഗത്തേക്കുണ്ടോ? പറയാൻ പറ്റില്ലല്ലോ, ചെറിയൊരു ജംഗ്ഷനല്ലേ. എന്തായാലും പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല, പുറകുവശത്തൂടി ഏറ്റവും സേഫാണെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരു 11 മണിയായപ്പോഴാണ് ചേച്ചി വന്നത്. അന്ന് അവിടെ ആരുമില്ല, ഭർത്താവ് എങ്ങാണ്ട് പോയിക്കുകയാണ്, പിന്നെ കുട്ടികളുമില്ല. ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേകതര സെൻറ്റിൻ്റെ മണം. ഞാൻ ചോദിച്ചു, ചേച്ചി നല്ല സുഗന്ധമാണല്ലോ. ചെമ്പകപ്പൂ പോലെയാണ് എൻ്റെ മണമെന്ന് എല്ലാവരും പറയാറുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ ചേച്ചി? ചേച്ചിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടോ? അപ്പോൾ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഇടവേളകളുണ്ട് കേട്ടോ. മനസ്സിന് പിടിച്ച ആൾക്കാർ
ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ആരും എൻ്റെ ജീവിതത്തിലില്ല. സാറിനെ പോലെ ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. പലരും എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനതെല്ലാം റിജക്റ്റ് ചെയ്തു. സാർ എന്ന് പറഞ്ഞ് അവർക്ക് ആവേശമായിരുന്നു. ഒരു കൈകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പുള്ളി കേന്ദ്രീകൃത സംവിധാനങ്ങളിലേക്കാണ് പോയത്. അവർക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ കൂടുതൽ എക്സ്പീരിയൻസും ആവേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരിക്ക് എല്ലാം ഒന്ന് അറിഞ്ഞിട്ട് മാത്രമേ അകത്തേക്ക് കടക്കാൻ താല്പര്യമുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും ആ താല്പര്യം എവിടെ നിന്നോ ജനിച്ചു വന്നു. പുള്ളിക്കാരി ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, സൂപ്പർ, ഒത്തിരി പ്രതീക്ഷിക്കേണ്ടെന്ന് സാറ് പറഞ്ഞു. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചുമില്ല. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ ഒത്തിരി കടന്നുപോയി സാർ. പ്രതീക്ഷകൾ അസ്ഥാനത്തായില്ല. ഇത് അസ്ഥാനമല്ല, അതിലും വലിയ സ്ഥാനമായിട്ട് എനിക്ക് തോന്നുന്നു. പ്ലീസ്, ഞാൻ ഒരിക്കലും സാറിനെ വിട്ടു പോകില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അമിതമായൊരു സ്നേഹപ്രകടനം എന്നിലേക്ക് ചൊരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു നിമിഷവും ലോകവും എല്ലാം ഞാൻ മറന്നുപോയി. കാര്യം, ഒരു സ്ത്രീ ഒരു പുരുഷനെ അത്രയ്ക്കും വാക്കുകൾ കൊണ്ട് ഇഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ആ പുരുഷൻ ലോകമേ മറന്നു പോകും. കട്ടിലിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, ആദ്യം സാർ എനിക്ക് വേണ്ടി ഒന്നും തുടങ്ങണ്ട, എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്, എൻ്റെ കർമ്മപഥങ്ങൾ എനിക്ക് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ആക്രാന്തം അന്നെനിക്ക് മനസ്സിലായി. ഇവർക്ക് എക്സ്പീരിയൻസ് കാണുമെന്ന് എനിക്കറിയാമായിരുന്നെങ്കിലും അവർ പഠിച്ച പണി 18 എനിക്ക് പഠിപ്പിച്ചു തരുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഓരോ ഘട്ടം കഴിയുന്തോറും എനിക്ക് മനസ്സിലായി അവരാണ് ലാസ്യവിലാസിനി. പുതുമയുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി ചേച്ചി എന്നെ പ്രേരിപ്പിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു, അത് പ്രശ്നമാകുമോ? ഞാനും ഭാര്യയും തമ്മിൽ വേറെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മാക്സിമം സാറിന് സ്വന്തമാകണം. ഭാര്യയിൽ നിന്ന് ഞാൻ ഒത്തിരി വ്യത്യസ്തയാണ്. ഭാര്യയേക്കാൾ എൻ്റെ തട്ട് ഉയർന്നിരിക്കണം. ഞാൻ തട്ട് താഴേക്കാക്കുമ്പോൾ സാർ മനസ്സിൽ എൻ്റെ തട്ട് മുകളിലേക്ക് ഉയർത്തണം എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ ആടിയാട്ടം എനിക്ക് വിവരിക്കാൻ പറ്റില്ല. അത് ഒരു പുരുഷനും അവരെ വിട്ടുപോകാതിരിക്കാൻ തക്കവണ്ണം ഏറ്റവും സൂപ്പറായിരുന്നു മാഡം. ഒറ്റ ദിവസം കൊണ്ട് ഭാര്യയും അവരും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി. അവർ എൻ്റെ മനസ്സിൽ വലിയൊരു പ്രതിഷ്ഠാ വിഗ്രഹമായി മാറി. ഭാര്യ എത്രയൊക്കെ പറഞ്ഞാലും ഭാര്യ തന്നെയാണ്, സ്നേഹമൊക്കെയുണ്ട്. എങ്കിലും ചേച്ചി എൻ്റെ മുത്തും സ്വത്തുമായി മാറി. പിന്നെ ചേച്ചിയോട് പറഞ്ഞു, എന്നോട് സ്നേഹമുണ്ടെന്ന് കരുതി ഭാര്യയുടെ അടുത്ത് സ്നേഹം ഒട്ടും കുറയ്ക്കരുത്. ഇവിടെ എൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ പഠിപ്പിച്ചു വിട്ടത് ഭാര്യയോടും കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒത്തിരി സുന്ദരമായി മാറുമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ നല്ല മോട്ടിവേഷൻ ഉള്ളതുകൊണ്ട് ഭാര്യയോടും താല്പര്യം നഷ്ടപ്പെടാതെ കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെല്ലുമ്പോൾ സ്മൂത്തായിട്ട് നടന്നു പോകാൻ പറ്റും. അതാണ് ചേച്ചിയുടെ ഹൈലൈറ്റ്. ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല വിവരമാണ്, ഉപദേശിക്കാനും പറ്റും. ചേച്ചി ഒരപൂർവമായ സൃഷ്ടിയാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് മാഡം. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, എന്നും ഇങ്ങനെ ഒരേ സ്ഥലത്ത് പുതുമയില്ലാതെ പാടില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി റിസ്ക് അല്ലേ എന്നും. എന്ത് റിസ്ക് ഒക്കെ നമുക്ക് റിസ്ക് പോലെയാണ്. നമുക്ക് ഇനി തുറന്ന് ടെറസിലേക്ക് പോകണം ഒരു ദിവസം എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചിരുന്നു. ചേച്ചി എൻ്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോയി. നിലാവിനെ സാക്ഷി, എടാ ഇവിടെ എങ്ങും ആരും വരില്ല, ഇവിടെ വിജനമാണ്. ജംഗ്ഷനാണെങ്കിലും രാത്രി എല്ലാവരും കിടന്നുറങ്ങും മോനെ, നിലാവാണ് നമ്മുടെ സാക്ഷി എന്ന് പറഞ്ഞ് ചന്ദനിലേക്ക് റോക്കറ്റ് വിട്ടാലെന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കളിയാക്കി ചിരിക്കുമായിരുന്നു. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഞങ്ങളുടെ ബന്ധം തുടർന്നു. ഒരു ദിവസം ചേച്ചി എന്നോട് പറഞ്ഞു, അതിനപ്പുറത്ത് ഒരു കുറ്റിക്കാടാണ് ചേച്ചി, ശരിയാകില്ല, വലിയ ഇഴജന്തുക്കളും കാണുമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഇഴജന്തുക്കളൊന്നും ഒരു പ്രശ്നവുമില്ല, നീ ഇങ്ങോട്ട് വന്നാൽ മതി, വ്യത്യസ്തത വേണം എന്ന് പറഞ്ഞ് ചേച്ചി അവിടെ ഒരു മരത്തിനടുത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. എന്നിട്ട് പറഞ്ഞു, വ്യത്യസ്തമാണ് മരം, ഇന്ന് നന്നായി കുലുങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ക്രേസി ചിന്താഗതിയുള്ള ആളാണ് ചേച്ചി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല മാഡം. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ടെറസിലാണ്. ആ സമയത്തില്ലേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കാറ് വന്ന് താഴെ എൻ്റെ വീടിൻ്റെ സൈഡിൽ നിർത്തുന്നതും എൻ്റെ വീടിൻ്റെ അവിടേക്ക് അയാൾ കയറി വരുന്ന പോലും തോന്നി മാഡം. ആ സമയത്ത് ചേച്ചി ഒട്ടും ആലോചിക്കാതെ ശരവേഗത്തിൽ ഇറങ്ങി ഇരുട്ടിൽ കൂടി ഓടി വീട്ടിൽ ചെന്നു മാഡം. ഞാനാണെങ്കിൽ ചേച്ചിയുടെ ഓട്ടം കണ്ട് ഞെട്ടിപ്പോയി. എല്ലാം ഇവിടെ കിടക്കുകയും ചെയ്യുന്നു. ചേച്ചി ഒരു അപാര ധൈര്യമുള്ള സ്ത്രീ തന്നെ. പിന്നെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഉള്ളതും കയ്യിലെടുത്ത് ഞാൻ ഓടി. ബാക്കിയൊക്കെ വീട്ടിൽ ചെന്ന് എല്ലാം റെഡിയായി. ഹസ്ബൻഡിനെ ഞാൻ സ്വീകരിച്ചു. എന്നാലും അയാൾ വരുന്നതിന് മുമ്പ് എനിക്കവിടെ ചെല്ലാൻ പറ്റി. പിന്നെ അങ്ങനെ
ഇങ്ങോട്ട് കയറിയത് വേറെന്തോ കാര്യത്തിലാണ്. ആ കടത്തണയിലോ മറ്റോ ആരാണ്ട് കിടക്കുന്നത് പോലെ കണ്ടു. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് തോന്നിയതാണ് ഈ വീട്ടിലേക്ക് വരുന്നതായിട്ട്. എന്തായാലും കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തു. അപ്പോൾ ചേച്ചി അന്ന് പുള്ളിക്കാരൻ ചേച്ചിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നില്ലേ? ആ വന്നു. ഞാൻ പറഞ്ഞു ഇന്ന് പറ്റില്ല, ഇന്ന് മറ്റ് ഡേറ്റുകളാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ചേച്ചി ഞാൻ തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നിയത് ചേച്ചിക്ക് വേറെയും ചില നിഗൂഢ ബന്ധങ്ങളുള്ളതായിട്ട് എനിക്ക് സംശയമുണ്ട്. കാര്യം മറ്റു പലരോടും ചിലപ്പോഴൊക്കെ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ എന്ന് എനിക്ക് പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ അവർ പെരുമാറുന്ന ചുറ്റുപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ മാഡം വേറൊരു കാര്യം, ഇതൊക്കെ സംശയം തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഭാര്യയ്ക്കും ഇപ്പോൾ നല്ല ചില ഫംഗൽ ഇൻഫെക്ഷനും ചൊറിച്ചിലും ഒക്കെയുണ്ട്. ഇവർക്ക് ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ ഇവരൊന്നും പറയുന്നില്ലെങ്കിലും ഇവരിൽ നിന്നാണോ എനിക്കുണ്ടായതെന്ന് നല്ല സംശയമുണ്ട്. അല്ലാതെ ഉണ്ടാകാൻ വഴിയില്ല. എനിക്കും ഭാര്യയ്ക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ ചേച്ചിയെ ഉപേക്ഷിക്കാനും പറ്റില്ല, സംശയമുണ്ടെങ്കിൽ ചോദിക്കാനും പറ്റില്ല. മാഡം അവരിൽ നിന്നായിരിക്കുമോ ഇതുണ്ടായത്? ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് ചോദ്യം. ഒരാൾക്ക് ഒന്നിലധികം പങ്കാളികൾ ഉണ്ടെങ്കിൽ അതെപ്പോഴും പലവിധ രോഗങ്ങളും വരാൻ കാരണമാകും. നമ്മൾ 100 വട്ടം പറയുന്നതാണ്. ഇപ്പോൾ ഈ ചേച്ചി, ആ ചേച്ചി നിങ്ങളോട് കാണിക്കുന്ന ആവേശം എത്ര പേരോട് കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല. കാര്യം അവരിത്തിരി ആവേശക്കാരിയാണ്. അവർക്ക് ഒന്നിലധികം ബന്ധങ്ങൾ കാണാം, അവരുടെ ഭർത്താവിനെ കാണാം. അതിനിടയ്ക്ക് നിങ്ങളും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒന്ന് നോക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എത്രയോ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഒന്നിലധികം അല്ലെങ്കിൽ ധാരാളം പാർട്ട്നേഴ്സുള്ള ഒരു ചക്രവ്യൂഹത്തിലാണ് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ സുരക്ഷകളൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതിന് നിങ്ങൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ പറയില്ലായിരിക്കും, അവർക്ക് രഹസ്യമുണ്ടല്ലോ, അവർ പറയില്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, സുരക്ഷാ കാര്യങ്ങൾ എപ്പോഴും അന്യോന്യമായിട്ട് സഹകരിക്കുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒന്ന്. അങ്ങനെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. കാര്യം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഡോക്ടറെ കണ്ടിട്ട് രണ്ടുപേരും ഒരേപോലെ നിങ്ങളുടെ കാര്യങ്ങൾ ഭേദമാക്കുക. അതേപോലെ തന്നെ ആ സ്ത്രീയോട് ചോദിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവരും കൂടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇനി അവർക്ക് വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഏത് വഴിക്ക് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ വലിയ റിസ്ക്കാണ്. നമുക്ക് മറ്റൊരാളുടെ ഹിസ്റ്ററി അറിയാത്തിടത്തോളം കാലം ആ ബന്ധം റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളും ഭാര്യയും ട്രീറ്റ് ചെയ്യുക. അവരിൽ നിന്ന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ സുരക്ഷിതമായ കാര്യങ്ങൾ പാലിക്കുക. അതുമാത്രമല്ല ഓർക്കുക, ഇങ്ങനെയൊക്കെ ഒരു ഹിസ്റ്ററി അറിയാതെ നമ്മൾ പോയി പെട്ടുകഴിഞ്ഞാൽ ഏതൊക്കെ അസുഖങ്ങൾ വരുമെന്ന് അറിയില്ല. വലിയ വലിയ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങളിലേക്ക് പെടാതിരിക്കുന്നതാണ് നല്ലത്. അല്പമായിട്ട് നമുക്കൊരു നല്ല രസം തോന്നുമെങ്കിലും പിന്നീട് അത് പ്രശ്നമാകും. അതുകൊണ്ട് സൂക്ഷിക്കുക എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്.